ഹലോ എവരിവൺ, വെൽക്കം ടു സ്റ്റഡി ഗേറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സക്സസ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന റൈറ്ററാണ്. ആദ്യം നമുക്ക് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോയെക്കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1807 ഫെബ്രുവരി 27 അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, എഡ്യൂക്കേറ്ററാണ്. അദ്ദേഹം ഹാർവർഡ് കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വർക്കുകളാണ് വോയിസസ് ഓഫ് ദി നൈറ്റ് എന്നതും ബലാഡ്സ് ആൻഡ് അതർ പോയംസ് എന്നതും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു. അദ്ദേഹം 1882 മാർച്ച് 24 അന്തരിച്ചത്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസർ: We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. ഫസ്റ്റത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് cannot fly like birds, but we have feet to climb step by step. മനുഷ്യനെ പക്ഷിയെ പോലെ ചിറകുകളില്ല പറക്കാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് പറക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് കാലുകളുണ്ട്, അതുപയോഗിച്ച് പടിപ്പടിയായി ഉയരങ്ങളിലേക്ക് കയറാമെന്നാണ്. വിത്ത് പേഷ്യൻസ് ആൻഡ് സ്റ്റഡി എഫേർട്ട് വി ക്യാൻ റൈസ് സ്ലോലി ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ്. നമുക്ക് പേഷ്യൻസ്, സഹനവും സ്ഥിരമായ ശ്രമവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയരം നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് നമുക്ക് പക്ഷികളെ പോലെ, മനുഷ്യർക്ക് പക്ഷികളെ പോലെ ഉയരങ്ങളിലേക്ക് പോകാൻ ചിറകുകളില്ല, പക്ഷെ നമുക്ക് കാലുകളുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാം. സ്ഥിരമായ ശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങൾ കീഴടക്കാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസർ: ദി മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ആൻഡ് ഡിസേർട്ട് എയർ വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നൗൺ ആർ ബട്ട് ജൈഗാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ദി ഹ്യൂഗ് പിരമിഡ്സ് ഇൻ ദി ഡെസേർട്ട് ലുക്ക് മിസ്റ്റീരിയസ് ആൻഡ് അൺറീച്ചബിൾ ഫ്രം ഫാർ അവേ. അതിദൂരത്തു നിന്ന് നമ്മൾ മരുഭൂമിയിലെ പിരമിഡുകളെ കാണുമ്പോൾ അത്യന്തം വലിയതും എത്തിപ്പെടാൻ കഴിയാത്തതുമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ when we see them closely, we realize they are made of many steps. പക്ഷേ നമ്മളത് അടുത്തുനിന്ന് കാണുമ്പോൾ അവ ചെറുതായി കൂട്ടിച്ചേർത്ത കല്ലുകളുടെ പടികളും ചവിട്ടുപടികളുമാണെന്ന് നമുക്ക് മനസ്സിലാവും. തേർഡ് സ്റ്റാൻസർ: ദി ഡിസ്റ്റന്റ് മൗണ്ടെയ്ൻസ് ദാറ്റ് അപ്രയർ ദ സോളിഡ് ബാസ്tions ഓഫ് ദി സ്കൈസ് ആർ ക്രോസ്ഡ് ബൈ pathways that appear as we to higher levels rise. തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് Tall mountains appear impossible to climb when seen from far away. വലിയ പർവ്വതങ്ങൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിന് മുകളിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, കയറാൻ കഴിയില്ലെന്ന് തോന്നിയേക്കാം. But as we climb higher, we discover paths that help us move forward. എന്നാൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പാതകളും വഴികളും നമ്മെ സഹായിക്കാൻ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആദ്യമൊക്കെ അവ ഭയപ്പെടുത്തുന്നത് പോലെയും ബുദ്ധിമുട്ട് പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പരിഹാരങ്ങൾ സ്വയം പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആൻസർ: ദി ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. അവസാനത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഗ്രേറ്റ് പീപ്പിൾ ഡിഡ് നോട്ട് റീച്ച് സക്സസ് സഡൻലി ഓർ ഈസിലി. മഹാന്മാർ നേടിയ ഉയരം ഒരു ദിവസം കൊണ്ടോ അത്ഭുതമായി സംഭവിച്ചതോ അല്ല എന്നാണ് പറയുന്നത്. വൈൽ അതേഴ്സ് slept or wasted time, they worked hard even at night. Their success is a result of continuous effort and dedication. അവർ കഠിനാധ്വാനം ചെയ്യുകയും അർപ്പണബോധത്തോടെ പരിശ്രമിക്കുകയും ചെയ്തിട്ടാണ് അവർ ആ വിജയം നേടിയത്. അവരുടെ വിജയം നിറഞ്ഞ പരിശ്രമത്തിൻ്റെ ഫലമാണ്, അല്ലാതെ ഒരു ദിവസം കൊണ്ടോ അത്ഭുതകരമായി ലഭിച്ചതോ അല്ല എന്നാണ് പറയുന്നത്. സക്സസ് എന്ന ഈ പോയറ്റ് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്
ട്രൂ സക്സസ് കംസ് ത്രൂ ഹാർഡ് വർക്ക്, പേഷ്യൻസ് ആൻഡ് സ്റ്റഡി എഫേർട്ട്, നോട്ട് സഡൻ മിറാക്കിൾസ്. യഥാർത്ഥ വിജയം കഠിനാധ്വാനവും സഹനവും സ്ഥിരമായ പരിശ്രമവും കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടല്ല എന്നതാണ്.